ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ചിക്കനകത്ത് ഈ മാങ്ങ ഇട്ട് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നല്ലേ ടെൻഷനേ ആക്കണ്ട. അപ്പം എല്ലാവരും പെട്ടെന്ന് അയ്യേ ഇതെന്തത് ചിക്കൻ കറിയിൽ മാങ്ങയോ അങ്ങനെ ഇട്ടാലും നല്ലൊരു ചിക്കൻ കറി കിട്ടും കേട്ടോ. കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതായത് ചിക്കൻ ഇച്ചിരി മാരിനേറ്റ് ചെയ്ത് വെക്കണം, കുറച്ച് സ്പൈസി ആക്കണം. ഇത് വേണമെങ്കിൽ ഞാൻ ഇവിടെ വെക്കുന്ന എന്നാ ഡിഷ് ആന്നേലും കൂട്ടിക്കോ. ഈ പറഞ്ഞ കൂട്ട് കുറച്ച് സ്പൈസി ആക്കണമെങ്കിൽ ആക്കാമെന്നേ ഉള്ളൂ. ഞാൻ ആ ഓപ്ഷൻ കംപ്ലീറ്റ്ലി എൻ്റെ പ്രേക്ഷകർക്ക് വിട്ടുതരുക. എനിക്ക് വീട്ടിൽ ഞാൻ പൊതുവേ ഇതെല്ലാം ചെയ്യുമ്പോൾ എനിക്ക് ഇച്ചിരി ഉപ്പും പുളിയും എരിവും വീട്ടിൽ പൊതുവേ ഇച്ചിരി കുറവാണ്. അതുകൊണ്ട് ഞാൻ അതേപോലെ ആയിരിക്കും ഇവിടെ ചേർക്കുന്നത്. ഇതിനകത്ത് വലിയ ടെൻഷനൊന്നുമില്ല. ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ വീട്ടിൽ എപ്പോഴും ചെയ്യുന്ന ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഷെൽഫിലിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ വെച്ചാൽ ചെയ്യുന്നത്. പച്ചമാങ്ങയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു പുളി കിട്ടും. പക്ഷെ പച്ചയും പഴുത്തത് ഒന്ന് മിക്സ് ചെയ്ത് വരുന്ന ഒരു ചെനപ്പുള്ള മാങ്ങയാണെങ്കിൽ അത് ഒരു ഇച്ചിരി മധുരവും ഇച്ചിരി പുളിയും എല്ലാം കൂടെ ചേർന്ന് കിട്ടുവേ. ഇനി ഇതിന് വേണ്ടിയ കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ കുറച്ച് സവാള വേണം, പിന്നെ വേണ്ടിയത് കുറച്ച് വെളുത്തുള്ളി വേണം, പിന്നെ കുറച്ച് മുളക് പൊടി, ഞാൻ കാശ്മീരിയാണ് എടുക്കുന്നത്, കുറച്ച് വറ്റൽ മുളക്, ഇതും കാശ്മീരി മുളക്, പിന്നെ കുറച്ച് പെരിഞ്ജീരകപ്പൊടി, പിന്നെ കുറച്ച് തൈര്, പിന്നെ വേണ്ടിയത് കുറച്ച് ചിക്കനാണ്. ഇത് ഈ പറഞ്ഞ കൂട്ട് മട്ടണിലോ ഏത് മീറ്റിലും ഉണ്ടാക്കാൻ നോക്കും. ഇത് 1 കിലോ കോഴിയുണ്ട്. പിന്നെ സ്പൈസസ്, ഏലക്ക വേണം, പട്ട വേണം, കുറച്ച് മല്ലിപ്പൊടി വേണം, ഒരു ഇച്ചിരി ഗരം മസാല, കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി ടൊമാറ്റോ പ്യൂരിയ. ഇതില്ലെങ്കിൽ ടൊമാറ്റോ ഇടാം, അതും ഇല്ലെങ്കിൽ ടൊമാറ്റോ അരച്ച് ചേർക്കാം, ഇതും ഇല്ലെങ്കിൽ ഇച്ചിരി കെച്ചപ്പ് ചേർത്തേച്ചാലും മതി. കെച്ചപ്പ് ചേർക്കുമ്പോൾ ഒത്തിരി വലുതായിട്ട് ചേർക്കരുത്. പിന്നെ ഇതാ ഞാൻ പറഞ്ഞ മാങ്ങ, ഇത് ഇച്ചിരി ചെനച്ച മാങ്ങയാണ്. പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ വേണം, പിന്നെ കുറച്ച് ഉപ്പ്. പിന്നെ ഇതെല്ലാം നമുക്ക് ചെയ്യാനുള്ളത് കുറച്ച് വെജിറ്റബിൾ ഓയിലാണ്. ഇത്രയും സാധനമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ഒരു കാര്യം ചെയ്യൂ, ഐറ്റം 1 എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് അതാണ് നമുക്ക് ഫസ്റ്റ് ചിക്കനകത്ത് മാരിനേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അത് മാത്രം ടിക്ക് ചെയ്ത് പോയേച്ചാൽ മതി. ആദ്യം നമുക്ക് ഇതിനകത്ത് വേണ്ടിയ സാധനങ്ങൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒന്ന് വേണ്ടിയത് സവാളയാണ്. 1 കിലോ ചിക്കൻ ആണെങ്കിൽ നമുക്ക് 4 സവാളയാന്നു കണക്ക്. പക്ഷേ ഇവിടെ നമ്മൾ 50-50 റേഷ്യോസിൽ എടുക്കണം. അതായത് കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് വലിയ ഉള്ളിയും, അതായത് 2 സവാള ഒരു മീഡിയം സൈസ് എടുത്തേച്ചാൽ മതി. അപ്പോൾ സവാള വേണം, വെളുത്തുള്ളി, മുളക് പൊടി കാശ്മീരി ഞാൻ ഉപയോഗിക്കുന്നത്, സ്പൈസ് വേണ്ടിയോർ മറ്റേ ഒറിജിനൽ ഉപയോഗിക്കുക, പിന്നെ വറ്റൽ മുളക്, പിന്നെ പെരിഞ്ജീരകപ്പൊടി, പിന്നെ വേണ്ടിയത് തൈര്. ഇത്രയും സാധനമാണ് നമുക്ക് അരയ്ക്കാൻ വേണ്ടിയത്. അത് അരയ്ക്കാന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടുതൽ അരച്ച് വെച്ച് പകുതി ചിക്കനകത്ത് മാരിനേറ്റ് ചെയ്യണം, പകുതി നമുക്ക് കറിയാക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ ആ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം അരയ്ക്കാൻ. പിന്നെ വേണ്ടിയത് ഇതുണ്ടാക്കുന്നത് വെജിറ്റബിൾ ഓയിലാണ്. സ്പൈസസ് ആയിട്ട് ഗ്രാമ്പും പട്ടയും മാത്രം മതി. പിന്നെ വേണ്ടിയത് മല്ലിപ്പൊടി, ഗരം മസാല. ടൊമാറ്റോ ഉണ്ടെങ്കിൽ ടൊമാറ്റോ കുഞ്ഞായിട്ട് അരിഞ്ഞിടാം, അതല്ലെങ്കിൽ ടൊമാറ്റോ അരച്ച് ചേർക്കാം, ഇതും അല്ലെങ്കിൽ ടൊമാറ്റോ പ്യൂറി എടുക്കാം, ഇതും അല്ലെങ്കിൽ കുറച്ച് കെച്ചപ്പ്, ഏത് വേണേലും ഉപയോഗിക്കാം. പിന്നെ മാങ്ങ, പച്ചമാങ്ങ ആയാലും കുഴപ്പമില്ല, ചെനച്ചതായാലും കുഴപ്പമില്ല. പക്ഷെ മധുരമുള്ള മാങ്ങ ചേർക്കുവാണെങ്കിൽ ഇച്ചിരി ആ എരിവ് മാത്രം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അത് ഒരുപാട് ചേർക്കരുത്, കുറച്ച് ചേർത്താൽ മതി. പിന്നെ വേണ്ടിയത് തേങ്ങാപ്പാൽ വേണം, ഉപ്പ് വേണം. ഇത്രയും സാധനമേ നമുക്ക് വേണ്ടിയുള്ളൂ. ആദ്യം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും ചിക്കനകത്ത് നമ്മൾ എന്നതേലും ഒരു മസാല പുരട്ടുവാണെങ്കിൽ ആദ്യമേ മസാല പുരട്ടി വെച്ചേച്ച് നമുക്ക് ബാക്കി ഉണ്ടാക്കാൻ തുടങ്ങാവേ. ഇല്ലെന്നുണ്ടെങ്കിൽ ആ ചിക്കനേലൊന്നും പിടിക്കുകയില്ല. ഇത് പക്ഷേ നമ്മുടെ കറി കിടന്ന് വേവുന്നതുകൊണ്ട് അത് പിടിക്കും, ഇല്ല എന്നല്ല. പക്ഷേ എന്നാലും ആ ചിക്കനകത്ത് കുറച്ചൊരു സ്പൈസിനെസ് ഉള്ളിലോട്ട് കയറുകയാണെങ്കിൽ കുറച്ച് നല്ലതാണ്. അപ്പോൾ ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം, അതിനുള്ള പേസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം.
വെളുത്തുള്ളി എപ്പോഴും 1 കിലോയ്ക്ക് 1.5 ടീസ്പൂണാണ്. ഇതിപ്പം 1 കിലോയും ഇച്ചിരി കൂടി കാണുവേ, അന്നേരം ഒരു 2 ടീസ്പൂണോളം ഇട്ടു. പിന്നെ ഉള്ളത് എരിവാണ്. എരിവ് ഞാൻ കാശ്മീരി മുളക് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒത്തിരി എരിവ് കാണുകയില്ല, പക്ഷേ നല്ല നിറവും കിട്ടും, കറിക്ക് നല്ലൊരു കൊഴുപ്പും ഉണ്ടാവും. അതാണ് നമ്മുടെ ഏറ്റവും നല്ല ഉദ്ദേശം. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. എരിവ് കൂടി കഴിഞ്ഞാൽ പിന്നെ ആ കറിയുടെ സ്വാദ് അറിയാൻ ഒക്കുകയില്ല. വറ്റൽമുളക് ഇടുമ്പോൾ എപ്പോഴും ആലോചിക്കേണ്ടത് എന്നാണെന്നറിയാമോ, നമ്മളത് പൊടിച്ചു കഴിയുമ്പം എത്ര കിട്ടും എന്നുള്ളതാണ്. അതായത് 1 കിലോ കോഴിക്കൊക്കെ ആകുന്നില്ല, കാശ്മീരി ആണെങ്കിൽ നിറച്ച് ഒരു 4 ടീസ്പൂൺ ഇടാം, മറ്റേ സാധാ മുളകാണെങ്കിൽ 2 ഇട്ടാൽ മതിയേ. അപ്പോൾ എന്നാന്ന് വെച്ചാൽ നമ്മൾ ഈ മുളക് പൊടി പൊടിച്ചൊക്കെ എടുക്കുകയല്ലേ, അന്നേരം നമുക്കറിയാമല്ലോ 1 ടീസ്പൂൺ എത്രയാണെന്ന്. അപ്പോൾ ആ മുളക് ഇടുന്നതും വറ്റൽമുളക് ചേർക്കുന്നതും അതനുസരിച്ച് വേണം നമ്മൾ അരയ്ക്കാനുള്ള എടുക്കാൻ. ഇനി ഇതെല്ലാം പോയിട്ട് നമുക്ക് അങ്ങനെ ഒരളവ് അറിയാൻ മേലാന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അരച്ച് കഴിഞ്ഞതിന് ശേഷം ഏതാ നമുക്ക് ടേസ്റ്റ് വരുന്നത്, വറ്റൽമുളക് ചേർത്താലാണോ രുചി വരുന്നത്, അല്ല മുളക് പൊടി ചേർത്താലാണോ രുചി വരുന്നത്, അതോ ഇനി എളുപ്പത്തിന് ഏതാ ചേർത്താലാണ് നല്ലതെന്നുള്ളത് നോക്കി വെച്ചാൽ അത് നമ്മുടെ ഇഷ്ടത്തിന് ചേർത്താൽ മതിയേ. പിന്നെ പെരുംജീരകം ഒരു 3/4 ടീസ്പൂൺ മതിയാവും. ആദ്യം നമുക്ക് ഇത് ഇത്രയും ഒന്ന് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം. സംഭവം എന്താ അറിയോ, ആദ്യമേ ഇച്ചിരി വെള്ളം ഒഴിക്കരുത്, ഉള്ളി അരയുമ്പോൾ തന്നെ അത് വെള്ളമാവും. അന്നേരം പിന്നെ അരഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഇച്ചിരി വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി. അരയേലാന്ന് വാശിയ, അന്നേരം പിന്നെ നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല പേസ്റ്റ് പരുവത്തിനായിട്ട് അരച്ചെടുത്ത് വെച്ചാൽ മതിയേ. ഇനി ഇതിൻ്റെ ഈ അരച്ചെടുത്ത പേസ്റ്റ് പകുതി എടുത്ത് നമുക്ക് ചിക്കനകത്തോട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇതിനകത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, ഇനി മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ മാത്രമേ ഉപ്പ് ചേർക്കുള്ളൂ. അപ്പോൾ എന്നാ ചെയ്യാൻ പോവാ, ഒരു ഇച്ചിരി ഉപ്പ് എടുത്തേച്ച് ഞാൻ ചിക്കന് വേണ്ടിയത് മാത്രം ഇതിനകത്ത് ഇടാൻ പോവാ. എന്നാന്ന് വെച്ചാൽ കറിക്കകത്ത് പിന്നെ ഈ പറഞ്ഞ കൂട്ട് ചിക്കന് ഉപ്പിട്ടേ ഒക്കത്തുള്ളൂ. അപ്പോൾ ഇച്ചിരി ഇട്ടേച്ചാൽ മതിയേ. ഇതിനകത്തോട്ട് ഒരു 1/2 പോർഷൻ ഇടാം, ബാക്കി അങ്ങനെ അവിടെ അടച്ചു വെച്ചേക്ക്. നമുക്ക് കറിക്കകത്ത് ചേർക്കാനുള്ളതാണ്. ഇതിനകത്തോട്ട് ചിക്കൻ ചേർക്കാം. ചിക്കൻ്റെ കൂടെ തന്നെ ഒരു ഫുൾ ടേബിൾ സ്പൂൺ തൈര്. ഇത് വേണമെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് അടിക്കാം, അത് കുഴപ്പമില്ല. പക്ഷെ എന്നാലും നമ്മൾ ഈ പെരട്ടി വെക്കുമ്പോൾ ചേർക്കുന്ന കുറച്ചുകൂടെ നല്ലത്. ഒരുപാട് നമുക്ക് അരപ്പ് അങ്ങോട്ട് ചിക്കനേൽ പെരണ്ടില്ല, ഒരു ഇച്ചിരിയും കൂടി അതിൽ നിന്ന് എടുക്കാം എന്ന് വേണ്ട. അഥവാ അങ്ങനെ തോന്നുവാന്നേൽ നമ്മൾ അതേ കൂട്ട് തന്നെ കുറച്ചുകൂടെ അരപ്പൊന്ന് അരച്ചെടുക്കുന്നത് നല്ലതാണ്. ഇനിയിപ്പോൾ അത് ഇച്ചിരി അരപ്പ് കൂടുതൽ വന്നെന്ന് വിചാരിച്ചോ, ഇതേപോലെ കറി തന്നെ വെക്കണം എന്നില്ല. സാധാ നമ്മുടെ ചിക്കൻ കറി വെച്ച് ആ അരപ്പ് ചേർക്കാവുന്നതേ ഉള്ളൂ. അതൊരിക്കലും ഒരു വേസ്റ്റായി മാറുകയല്ലേ. ആ സമയം കൊണ്ട് നമുക്ക് ഇച്ചിരി ഗ്രേവി ഉണ്ടാക്കാനുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ വലിയ ടെൻഷനൊന്നുമില്ല. നമ്മൾ അടുപ്പൊന്ന് കത്തിച്ച് വെച്ച് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വെജിറ്റബിൾ ഓയിൽ, ഞാൻ ഇങ്ങനെ ഈ വട്ടത്തിൽ ഒഴിക്കുന്ന കാണുമ്പോൾ എല്ലാവരും എന്നെ വിളിച്ച് പറയുന്ന പരാതി എന്നാണെന്നറിയാമോ, ഇച്ചിരി എണ്ണ ഒഴിച്ചേച്ച് അങ്ങ് പറയും. പക്ഷേ എന്ന് വെച്ചാൽ അങ്ങ് ഒഴിക്കുന്ന കണ്ടാലോ ഒരുപാട് എണ്ണ ഒഴിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷെ അങ്ങനെയൊന്നും അല്ല, ഞാൻ അങ്ങനെ ചെയ്യുകയല്ലെന്നേ. ഞാനാണെങ്കിൽ ഉള്ള എണ്ണയെ ഒഴിക്കത്തുള്ളൂ. പിന്നെ ആന്നേൽ അതിനകത്തോട്ട് എണ്ണ ചൂടാവുകയും ചെയ്യും. ആ സമയം നമുക്ക് ഇതിനകത്ത് ഇടേണ്ട കാര്യങ്ങളൊക്കെ ഇടുകയും ചെയ്യാം. ഒരു 3, 4, 5 ഏലക്ക എൻ്റെ ഒരു വീക്ക്നെസ്, അതുകൊണ്ട് ഞാൻ ഇടും. പക്ഷേ ഇനി ഇടാൻ നമ്മൾ ബേസിക്കലി നമുക്കൊരു എന്നാ പറയുക, ഒരു ഇറച്ചിക്കറിയോ എന്നതേലും ഒക്കെ വെക്കുമ്പം ഏറ്റവും കൂടുതൽ അബദ്ധം പറ്റുന്ന ഈ പട്ടയുടെ കാര്യത്തിലാണ്. എന്നാന്നറിയോ, ഇപ്പോൾ തന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന പട്ട നോക്കിയേ, ഒരു ഇച്ചിരി വണ്ണമുള്ള കൂട്ടത്തിലാണ്. അങ്ങനത്തെ പട്ട കിട്ടുവാന്നേൽ അതിൻ്റെ ഒരു സ്വല്പമേ ഇടാൻ പാടുള്ളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ പട്ടയുടെ ഒരു കമർപ്പ് ഒത്തിരി മുന്നോട്ട് വരും. ഈ ഏലക്ക നമ്മൾ ഈ ചൂടാവും തോറും ഈ ഏലക്ക അങ്ങ് പൊട്ടും, എന്നാലേ അതിൻ്റെ ആ ഫ്ലേവേഴ്സൊക്കെ വെളിയിൽ വരത്തുള്ളൂ. പക്ഷേ എന്നാലും നമുക്ക് ആ നേരം ഒരു ഇച്ചിരി കൊടുത്തേക്കാവേ.
ഇതിനകത്തോട്ട് ഇപ്പം ഈ ഏകദേശം നമ്മുടെ ഈ ഏലക്കായും പട്ടയുടെയും ഒക്കെ അതിങ്ങനെ ഈ എന്നാ പറയുക എണ്ണയെ കിടന്ന് ചൂടായി കഴിഞ്ഞാൽ നല്ലതായിട്ട് പൊട്ടും. അതായത് അത് ആ ഏലക്കയുടെ എന്താ പറയുക ഉള്ളു നല്ലതായിട്ട് തുറക്കും. അപ്പോൾ അതിന് മുന്നേ അതെൻ്റെ മുഖത്ത് തെറിച്ചാൽ എണ്ണയാണ്. അതുകൊണ്ട് ഞാൻ ആദ്യമേ ഇച്ചിരി ഉള്ളി ഇടുക. അതായത് നമ്മുടെ ചെറിയ ഉള്ളിയാണ് ഇടുന്നത്. ചെറിയ ഉള്ളി നമ്മൾ ഈ പറഞ്ഞ പോലെ സവാള ചേർക്കുന്നതുകൊണ്ട് ഒരുപാടൊന്നും അരിയണ്ട. പക്ഷേ ചെറിയ ഉള്ളി ചേർത്ത് കഴിഞ്ഞാലുണ്ടല്ലോ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതിനിപ്പോൾ ചിക്കൻ കറി ആയാലും ശരി, മീൻ കറി ആയാലും ശരി, എല്ലാത്തിനും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുന്നത് ചെറിയ ഉള്ളി തന്നെയാണ്. പക്ഷെ നമുക്ക് എന്നാ ചെയ്യാനല്ല, അത് പൊളിക്കാനൊരു ഇച്ചിരി പ്രയാസമാണ്. അന്നേരം നമ്മൾ മടിക്കും. അപ്പോഴത്തേക്കുവാ നമ്മൾ ഈ പറഞ്ഞ കൂട്ട് സവാളയോ എന്നതേലും ഒക്കെ ചെയ്യുന്നത്. പിന്നെ ഈ സവാളയൊക്കെ അരച്ച് ചേർക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ, ഈ പറഞ്ഞ പോലെ ചിക്കൻ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ അരച്ച് ചേർക്കുവാന്നേൽ നല്ലതായിട്ടൊരു കൊഴുക്കും കറി. ആ കാര്യവും എന്നോട് പലരും പറഞ്ഞു ചോദിക്കാറുണ്ട്. എന്നാന്നോ ഈ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് വഴറ്റിയൊക്കെ ചിക്കൻ കറി വെക്കുമ്പോൾ ചില സമയത്ത് അതിങ്ങനെ ഈ പറഞ്ഞ പോലെ വെള്ളം പോലെ ആയി പോകുമെന്ന് പറയും. അത് ഒന്നാമത്തെ കാര്യം, നമ്മൾ ഉള്ളി അരിഞ്ഞിട്ട് ചെയ്യുവാണെങ്കിൽ ഉള്ളി നല്ലതായിട്ട് വാടണം. അതായത് നമ്മൾ ഇട്ടേക്കുന്ന ക്വാണ്ടിറ്റിയുടെ സ്ട്രേറ്റ് ഹാഫ് ആയാൽ മാത്രമേ ഉള്ളി നല്ല വെന്ത് അതിനകത്ത് ചേരത്തുള്ളൂ. മറ്റേ നമ്മളൊരു ധൃതി കൂട്ടിയൊക്കെ വഴറ്റുമ്പോഴത്തേക്ക് വന്നു അതൊരു എന്നാ പറയുക ഈ വെള്ളം പോലെ ആവുന്ന. ആ കറിക്കൊരു കൊഴുപ്പ് വരണമെങ്കിൽ ഉള്ളി നല്ല വെന്ത് ആ കറിയിലോട്ട് ചേരണം. അതിന് നമുക്ക് ക്ഷമയില്ലാതെ വരുമ്പോഴാണ് ഞാൻ പറയുന്നത് മിക്സിയിൽ അടിച്ചൊന്ന് ചേർക്കുവാന്നേൽ കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും. ഈ പറഞ്ഞ പോലെ ഒരുപാട് നേരം നമുക്ക് വഴറ്റേണ്ടിയും വരുവേല, പെട്ടെന്ന് മൂക്കുവേ. ഇനി ഇത് ഇച്ചിരി ഒന്ന് ചെറിയ ഉള്ളി ആവാൻ എത്ര നേരം വേണം അല്ലേ, അതിനകത്തോട്ട് ഞാനൊരു ഇച്ചിരി മല്ലിപ്പൊടി, ചിക്കൻ കറി ആയാലും മീൻ കറി ആയാലും എന്നാ വെച്ചാലും ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടില്ലേൽ അതിനൊരു ഐശ്വര്യവും ഇല്ല, അതിൻ്റെ ജേംസ് തൊട്ട് പോവുകയില്ല, ഒന്നും ചെയ്യുകയില്ല. അപ്പോൾ എന്നാ ചെയ്യുക, ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടാം. നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന മല്ലിപ്പൊടി ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതൊരു ഇച്ചിരി നേരം എടുക്കും അതൊന്ന് മൂക്കാനായിട്ട്. അതുകൊണ്ട് ആദ്യം നമ്മൾ മൂപ്പിക്കാനിടുമ്പം എപ്പോഴും മല്ലിപ്പൊടി ആദ്യം ഇടുക, പിന്നെ ബാക്കി പൊടിയെല്ലാം ചേർത്താൽ മതി. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു ഇച്ചിരി ഗരം മസാല ഇടാൻ പോവാം. നമ്മൾ നേരത്തെ ഇച്ചിരി മസാല ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതായത് ഏലക്കായും പട്ടയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരുപാട് നമ്മൾ ഗരം മസാല ഇടരുത്. അല്ലാതെ തന്നെ നമ്മൾ ഇതിനകത്ത് പെരുംജീരകം അരച്ചിട്ടുമുണ്ട്. ഇതൊന്നും മൂക്കാൻ അധികം നേരം വേണ്ട. കാര്യം എന്നാന്നോ, നമുക്ക് ആ എണ്ണ നല്ല ചൂടായിരിക്കുന്നതുകൊണ്ടാണ്. ഇതിനകത്തോട്ട് 1 കിലോ ചിക്കൻ ആണെങ്കിൽ ഒരു 4 മീഡിയം സൈസ് ടൊമാറ്റോ എടുക്കുക. ടൊമാറ്റോ ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റിൻ്റെ ബാക്കി അരപ്പും കൂടെ ഇതിനകത്തോട്ട്. ഇനി നമ്മൾ ഈ പേസ്റ്റ് അങ്ങോട്ട് ചേർത്ത് കഴിഞ്ഞാൽ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇച്ചിരി ഒരു എണ്ണ തെളിയാനായിട്ട് അതിനെ വിട്ടു കൊടുക്കണേ. എന്നാന്നറിയോ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത് ചേർത്തേക്കുന്ന പൊടി, അതായത് ഇതിൽ അരച്ചേക്കുന്ന ഒന്നും മൂത്തിട്ടില്ല. അപ്പോൾ മൂത്തില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പച്ച റോ ടേസ്റ്റ് എത്രയായാലും ആ മസാലയ്ക്കുണ്ടാവും. അതുകൊണ്ട് അതൊരു ഇച്ചിരി ഒന്ന് മൂത്ത് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ടെൻഷനില്ല. ഇപ്പം നമ്മുടെ മസാല മൂത്ത് നല്ല മണം വരുന്നുണ്ട്. നല്ല മണം വരുന്നത് എങ്ങനെ മനസ്സിലാവുന്നതെന്നറിയോ, സത്യം പറഞ്ഞാൽ എനിക്ക് തുമ്മാൻ വരുന്നുണ്ട്. പക്ഷെ അതൊരു കാര്യമുണ്ട്, അത് മാത്രം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനകത്തോട്ട് തുമ്മുകയില്ല. ഇതിനകത്തോട്ട് ഞാൻ എൻ്റെ ഈ പെരട്ടി വെച്ച ചിക്കനും കൂടി ഇടുവാണേ. ഈ ഇട്ട അരപ്പും ആ ചിക്കനകത്തെ അരപ്പും കൂടെ ഒന്ന് മിക്സായിട്ട് ആ നമ്മൾ ചിക്കനകത്ത് പെരട്ടി വെച്ചേക്കുന്ന അരപ്പ് ഒരു ഇച്ചിരി പച്ചയല്ലേ, അതും കൂടെ ഒന്നൊരു ഇച്ചിരി മൂത്തോട്ടെ. ഇതിനകത്തോട്ട് നമുക്ക് ആ പച്ചമാങ്ങ, ഒരുപാടല്ല, ഒരു ചെനച്ച മാങ്ങ ഇപ്പോൾ ഞാൻ ഇടുന്നേ. ഒരു പുളിയും ഒരു സ്വീറ്റ്നെസ്സും അതുകൊണ്ട് വരുവേ. ഇനി ചെനച്ച മാങ്ങ തപ്പി നടന്നിട്ട് ഈ കറി വെക്കണം എന്നുള്ളത് ചിന്തിക്കരുത്. പച്ചമാങ്ങയാണെങ്കിൽ ഒരു പൂളിട്ടേച്ചാൽ മതി. ശരിക്കും ഈ മാങ്ങ ഈ ചിക്കൻ കറിക്കകത്തോട്ട് അങ്ങ് വെന്ത് ചേരും.
മീനിനൊക്കെ ഇടുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് ഒരു കഷ്ണം ഇട്ടേച്ചാൽ മതി. അരപ്പിനകത്ത് മാത്രമേ നമ്മൾ ഒരു ഇച്ചിരി ഉപ്പ് ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇനി ചിക്കനകത്തോട്ട് ഞാൻ ഒരു ഇച്ചിരി ഉപ്പ് ചേർക്കുക. ഒത്തിരി ചേർക്കുകയില്ല, ഒരിച്ചിരി. ഈ സമയത്ത് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്തോണം. ഇനി അതല്ല അരച്ച് ചേർക്കാൻ പ്രയാസമുണ്ട്, എരിവിൻ്റെ കാര്യം മാത്രമേ കൺഫ്യൂഷൻ ഉള്ളെങ്കിൽ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് ഇടാം, അല്ലെങ്കിൽ പച്ചമുളക് ഇടാം, അല്ലെങ്കിൽ മുളക് പൊടി ഇടാം. മുളക് പൊടി ചേർക്കുവാണെങ്കിൽ അതൊരിച്ചിരി മൂപ്പിച്ച് വേണം ചേർക്കാൻ. ഈ പറഞ്ഞ പോലെ നമ്മൾ ഇത്രയും നേരം മെനക്കെട്ട് നിന്ന് ഈ അരപ്പ് മുഴുവൻ മൂപ്പിച്ചാണ് നമ്മൾ ഈ കറിക്കകത്ത് ചേർത്തത്. അതുകൊണ്ട് കുറച്ച് ഒരു സമയം എടുത്ത് അതൊന്ന് മൂപ്പിച്ചേച്ച് വേണം ഇതിനകത്തോട്ട് ഇടാൻ. ഇനിയിപ്പോൾ അഥവാ മൂപ്പിക്കാനൊന്നും നേരമില്ലയെന്ന് തോന്നുവാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പച്ചമുളക് അരിഞ്ഞിടുകയോ എന്നതേലും ചെയ്യാം. ടൊമാറ്റോ ആണെങ്കിൽ അങ്ങനെ എന്ത് കുറവാണോ അതിപ്പം വേണം ചേർക്കാനായിട്ട്. പിന്നെ ഇറച്ചി വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. പിന്നെ ഞാനിവിടെ തേങ്ങാപ്പാലിന് എടുത്ത് വെച്ചേക്കുന്നത്. രണ്ടാം പാൽ ഒഴിച്ചേച്ച് നമുക്ക് ചിക്കൻ വേവാനിടാം. അല്ല രണ്ടാം പാൽ എടുത്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം ഒഴിക്കരുത്, ഒരു ശകലം ആ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഊറുവേ. പിന്നെ നമ്മൾ ഉപ്പും കൂടെ ചേർത്തേക്കുമല്ലേ, അന്നേരം ഉണ്ടല്ലോ അതിൽ നിന്ന് തന്നെ അങ്ങോട്ട് വെള്ളം ഊറും. വെള്ളം ഊറിയേച്ച് പിന്നെ ആണെങ്കിൽ തേങ്ങാപ്പാലും കൂടെ ചേർക്കുമ്പോഴത്തേക്ക് ഭയങ്കര വെള്ളമായിരിക്കും, പിന്നെ കിടന്ന് വറ്റിക്കാൻ നിൽക്കണം. അതിലും ഭേദം എന്നാണെന്നറിയാമോ, നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചേച്ച് അടച്ചിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് നിറച്ച് വെള്ളം ഊറും. നല്ല തിളച്ച് കഴിയുമ്പോഴത്തേക്ക് സിമ്മിലാക്കി ഇട്ടേച്ച് ചിക്കനെ നല്ലതായിട്ട് വേവിച്ചെടുക്കുക. വേവിച്ചെടുത്തിട്ട് തലപ്പാൽ ഒഴിച്ചിട്ട് നിറച്ച് മല്ലിയില ഇടുക. അതിനകത്ത് കറിവേപ്പില ഇടണ്ട, നിറച്ച് മല്ലിയില ഇട്ടേച്ച് ഒരു 5 മിനിറ്റ്സ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചേക്കണം. എന്നാൽ മാത്രമേ ആ മല്ലിയിലയുടെ ഫ്ലേവറും കൂടെ നമ്മുടെ ചിക്കൻ കറിക്കകത്തോട്ട് ഇറങ്ങത്തുള്ളൂ. ഇതൊരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ. ആ ഒരു എന്താ പറയുക, മാങ്ങയുടെ ഒരു മധുരവും നമ്മുടെ ആ എരിവും എല്ലാം കൂടെ ചേർത്ത് വരുമ്പോഴത്തേക്ക് ഒരു നല്ലൊരു മണവും ഒരു നല്ലൊരു ടെക്സ്ചറും നല്ലൊരു എന്താ പറയുക സ്വാദും എല്ലാം നമ്മുടെ ഈ കറിക്കകത്ത് വരുവേ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മീൻകറിയിൽ മാത്രമല്ലല്ലോ നമ്മൾ എപ്പോഴും മാങ്ങ ഇടണ്ടേ, ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്താലേ നമുക്ക് പുതിയ റെസിപ്പി പഠിക്കാനൊക്കത്തുള്ളൂ. നമ്മുടെ ചിക്കൻ കറി ഇവിടെ നല്ല റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് എന്നാന്നറിയാമോ, കുറച്ചൊരു നമ്മൾ മാങ്ങ ചേർക്കുന്നതുകൊണ്ട് കുറച്ചൊരു മാങ്ങയുടെ ഫ്ലേവറും കൂടെ അതിനകത്ത് വന്നു ചേരുവേ. മാങ്ങ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് മാങ്ങ ഇടാനല്ല, ഒരു ഗസ്റ്റ് റോൾ മാത്രം മതി മാങ്ങയ്ക്ക്. അപ്പോൾ എന്നാന്ന് വെച്ചാൽ അതിന് ഒരു ഫ്ലേവർ വരാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു ചിക്കൻ കറി.